അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പെരുന്നാൾ വ്ളോഗാണ്. പള്ളിയിൽ നിന്ന് രാവിലെ തന്നെ അതാ തെക്കിപ്പേറൊക്കെ കേൾക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള ഉള്ളിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആടൊന്നുമില്ല, ആടൊന്നുമില്ല. അല്ലേ നീച്ചിണ്ടേ പിന്നാളാണ് നീച്ചൂടെ നീച്ച അപ്പൊക്ക് പള്ളികൾക്ക് പോണോക്ക എന്നിട്ട് പുതിയ പായിടണ്ടേ ഉള്ളില് കൊച്ചിനും പുതിയ പായിടണ പോണ്ടേ നീച്ചേ ഞാൻ നീച്ചതാ എന്നിട്ട് രസം നോക്കുന്നു നിങ്ങളൊക്കെ ചിച്ചത്തല്ല ഇന്നുള്ളത് ഒന്നുയ്യ ഇണ്ട് കൊറേ നേരം ഉറങ്ങി ശീലായിട്ടാ നീച്ചേ അപ്പൊക്കെ പോണൊക്കെ മാറ്റിക്കണൊക്കെ പുതിയത് പായിട്ടിക്കണൊക്കെ നീച്ചു എവിടേക്ക് അപ്പൊ പള്ളിക്കൊക്കെ പോപ്പ വരൂട്ടാ. ഇനി പോണ്ട പറഞ്ഞിട്ട് കാര്യല്ലോ. ഇനി ചോദിച്ചു വിളിച്ചുകാണ്ട് അവന്റെ കൂടെ പോവാപ്പ വരും. നമ്മള് മാമൊക്കെ ഉണ്ടാക്കുക. അതെന്തിനാ അപ്പൊ പോയിട്ടോ അങ്ങനെ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ കിച്ചണിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ജലദോഷവും പനിയൊക്കെ പിടിച്ചതുകൊണ്ട് സൗണ്ടിന് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഷെസ് ആണെങ്കിൽ ഇവിടെ ഫുള്ള് കരച്ചിലായിരുന്നു, ഓനക്കും പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും നല്ല ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുകയാണ്. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. നോമ്പിന് ഡെയിലി വീഡിയോസൊക്കെ ഇടണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 3-4 നോമ്പിന് തീരെ വയ്യാണ്ടായി. അപ്പോൾ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള മൂടൊക്കെ പോയി. അതുകൊണ്ട് അവസാനം വെച്ച് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ആ ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളാ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടാണ്. പിന്നെ അതിന് മുന്നേ ഒരു കറി വിട്ടുപോയിട്ടുണ്ട്. മുബാറക് ടു മൈ ഓൾ വ്യൂവേഴ്സ്. അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി ചോറ് ദമ്മിടലാണ്. ഇപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. ഇനി മസാലയൊക്കെ ഇതാ ഞാൻ ഈ ചോറൊക്കെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒറ്റക്കൈയിൽ ക്യാമറ ഒറ്റക്കൈയിൽ ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് കുറച്ച് ക്ലിപ്സാൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഞാൻ എടുത്തിട്ടുണ്ട്. അവസാന നിമിഷം ഒരാൾ കയറി വന്നിട്ട് എൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ഞാനെടുത്തെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതെൻ്റെ ഷെസൂട്ടൻ പായസമൊക്കെ കുടിച്ച് വെക്കുന്നുണ്ട്. പണികളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി ഇതാ ഷെസൂനെ കുളിപ്പിക്കണം, മാറ്റിക്കണം, എനിക്കും കുളിക്കണം, മാറ്റണം. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ പരിപാടി ഫോട്ടോസ് എടുക്കലാണ്. അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് കയറിയപ്പോൾ അമ്മ കുറച്ച് പെരുന്നാൾ പൈസ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവർക്കും പെരുന്നാൾ പൈസ അങ്ങനെ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആദ്യം മുത്ത് വാങ്ങി, പിന്നെ എനിക്ക് കിട്ടി, അപ്പോൾ ഞാനും വാങ്ങി.
പിന്നെ അതാ ഇക്കാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ മുപ്പരും എനിക്കും ഉണ്ടാന്നുള്ള ചോദ്യത്തിൽ വാങ്ങുന്നുണ്ട് കേട്ടോ. വേണ്ടേ ഇത് കൊണ്ടാ കൊണ്ട വേണ്ട അത് കുറ്റി കൊണ്ട് കേട്ടോളാം. ഒന്ന് ഞാൻ അഞ്ചരാ അപ്പൊ 10 തരൂ. ഇപ്പൊ അവിടെ പുറത്ത് പല സാധനങ്ങളൊക്കെ എടുത്തൊന്ന് പടക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചു വെക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നോക്കട്ടെ ഉമ്മി, ഇവിടെ വാങ്ങിട്ടരാ. പിന്നെ ഇതാ പെരുന്നാളൊക്കെ അല്ലേ, അപ്പം 1-2 വീട്ടിലൊക്കെ പോയി തരാമെന്ന് വിചാരിച്ച് ഞാനും ഇക്കും മോനോട് ഇതാ പോവാണ്. ഒന്നും അതിലിതാ ഒരു മിഠായിയൊക്കെ വേണമെന്നാണ് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം ഇത് അമ്മായിയുടെ വീട്ടിൽ കാണാം. അമ്മായിയുടെ വീട്ടിൽ പോയി, അത് കഴിഞ്ഞ് മൂത്താപ്പാടെ വീട്ടിൽ പോയി. ഇവിടെ ഒരാൾ ഇതാ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ച് കയന്ന് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഓനുണ്ടാ വെറുതെ വിട്ടിന് ഓന് വീഡിയോ എടുത്ത്. പിന്നെ അവിടെയൊക്കെ പോക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ഫുഡ് വിളമ്പലാണ്. ഇനി ഫുഡ് കഴിക്കണം. പിന്നെ വെള്ളിയാഴ്ച അല്ലേ, ജുമക്ക് പോകണം ഒക്കെ ഉണ്ടല്ലോ. അപ്പം നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ജുമക്ക് പോകാമെന്നുള്ള നിനക്ക് ഫുഡൊക്കെ അതാ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആരും കഴിക്കൊന്നുമില്ല. ഉണ്ടാക്കിയാലും അവിടെ വെറുതെ വേസ്റ്റായി കിടക്കും. അപ്പോൾ അതിനും നല്ലത് നേരത്തെ തന്നെ എന്തായാലും ഫുഡൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ചെറിയ വിശപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമക്ക് പോകാമെന്നുള്ള നിൽക്കത് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ലിഷേസൂട്ടൻ മാത്രം ഫുഡ് കഴിക്കാനും വന്നിട്ടില്ല, ആളിനും വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ഹാഫിലും ഏറെ സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഈവനിങ് സമയമായി. ഇപ്പോൾ ഞാൻ എന്താ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ സമയമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇരുട്ടാവാനൊക്കെ ആയിട്ടുണ്ട്. നല്ല സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പെരുന്നാളായതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര റഷ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതാ വീട്ടിലെത്തി. പിന്നെ ഒരു രാത്രി സമയമായ കുട്ടികളൊക്കെ അതാ പടക്കൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാവരും പടക്കം പൊട്ടിക്കാനുള്ള ആവേശത്തിലാണ്. പടക്കവും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് എല്ലാവരും പുറത്തിറങ്ങിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നിങ്ങളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടോളി. എല്ലാവരും അൽഹംദുലില്ലാ റാഹത്തായിട്ടൊക്കെ കഴിഞ്ഞു പോയില്ല പെരുന്നാളൊക്കെ. വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് എന്നാണാവോ അപ്ലോഡ് ചെയ്യലെന്ന്. എന്തായാലും പെട്ടെന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതാ പുറത്ത് കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണ്. പിരിവിരിയാണ് തീ കൊടുത്ത കെട്ട് ഇത് കളറാ ആട് പോണ്ട ഇത് പിടി. ഞാൻ പിടിച്ചപ്പോ കയ്യോ അതെ നിന്നോ ഇവിടെ നിൽക്കുക. കഴിഞ്ഞ് ചീച്ചി അവിടെ നന്നായി കഴിഞ്ഞു കാണാനില്ല. പിടിച്ചു അങ്ങനെ അങ്ങനെ പിടിച്ചു അതല്ലടാ ഓലിട്ടുണ്ട് പറയാൻ മമ്മി ചീറ്റി പോയി. ഞങ്ങൾ ഉച്ചക്ക് വേണ്ടാ നിക്കണ്. പിന്നെ ഇതാ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് കുറേ സമയമൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അൽഫാമും മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.